ഹലോ. അതെ, നമ്മുടെ ദീപുട്ടി ഇപ്പോൾ വരും കേട്ടോ. അവൾ വരുമ്പോഴുള്ള കോലമൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാ പറയുക. ഇന്ന് ലഞ്ച് കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ, സ്കൂളിലുണ്ടായിരുന്നേ. അപ്പോൾ ടിഫിൻ ഇതില്ലേ, എന്താ പറയണേ, ബാഗ്, അതിൽ ചുറ്റുപാത്രമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊക്കെ വരുമ്പോൾ അറിയാം. ഏകദേശം വരേണ്ട ടൈമായി. ഇങ്ങനെ നിൽക്കട്ടെ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാം ആയിരം. ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഈ ഫോണിങ്ങനെ സ്റ്റാൻഡിലാണ് വെച്ച്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും വീഡിയോ എടുക്കുകയാണ്. ഭയങ്കര സാധനമാണ്, ക്യാമറ ഒക്കെ എങ്ങനെ വെച്ചാലും നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ മനസ്സിലാക്കും. രാരീരം രാരീരം രാരാരോ രാരീരാരീരാരോ അമ്മയുടെ പൊന്നോ കുഞ്ഞോളെ ചാഞ്ചക്കാഴ്ചവ. ഇന്ന് എന്തൊക്കെയുണ്ട് ഉക്കുളി വിശേഷം? നാളെ സ്കൂളില്ലേ? അയ്യോ അയ്യോ അയ്യോ, അങ്ങോട്ട് തിരിഞ്ഞു നൂര്, അങ്ങോട്ട് തിരിഞ്ഞു നൂരിക്കും. ഒന്നുമില്ല, ഇത് കാണരുത്. എന്തുവാ? അയ്യോ, ഈ സാധനത്തിൻ്റെ ഇടന്ന് ഒന്നും നടക്കൂല. പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി. ഇല്ലെന്ന് നീ പറ, വിശേഷങ്ങൾ പറ. ഇന്ന് അവിടെ പോയിരിക്കും. ദൈവമേ, വിശേഷങ്ങൾ പറ. കിടക്കല്ലേ, എഴുന്നേറ്റിരിക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ന് ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? കറി എന്തൊക്കെയായിരുന്നു? മോര് കറി, പിന്നെ ഉപ്പേരി ഒന്നും ഇല്ലായിരുന്നു. ഇത് ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇപ്പം പരിപ്പ് കറി, മോര് കറി, നാളെ സാമ്പാറും തോരൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാ സ്കൂളിലും മാറ്റങ്ങളുണ്ട്. ഇന്ന് കൂട്ടുകാരികൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഇന്നലെ വർക്ക് ചെയ്ത് കൊണ്ടുപോയതോ? കാണിച്ചേ. വെള്ളക്കുപ്പി മാറ്റി വെച്ചേ. വെള്ളം മുഴുവൻ കുടിക്കണം ദിവസേ. പീറ്റിയില് പോയി കളിക്കായിരുന്നു. കളി കഴിഞ്ഞ് വന്നാ വെള്ളം കുടിക്കണ്ടേ? അഷ്ടമിരോഹിണി. ഇന്ന് ബുക്ക് പൊതിയണം. ടീച്ചർ എത്ര നോട്ട്ബുക്ക് വേണമെന്നുള്ള എഴുതി തന്നാ? ഇങ്ങോട്ട് കൊണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. അടിപൊളി. അയ്യോ, കാണിക്കേ. ഇത് മരം വരച്ചു. എഴുതിയത് കാണിച്ചേ. പുകവലി പാടില്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ ദിവസം വരച്ചാട്ടോ, എന്നെ പൊണ്ണ് വരച്ചതല്ല. കടലമിഠായി തിന്നാ? കൂട്ടുകാരിക്ക് കൊടുത്തിനോ? എത്ര പേരുണ്ട് കൂട്ടുകാരികൾ? ഇങ്ങനെയാണോ കുടിക്കല്? മൂടി ഇങ്ങനെ വെച്ചിട്ടാണോ കുടിക്കുക? എന്നെ പൊന്നു രഘുവേ, എന്നെ കൊണ്ട് വല്ലാത്തൊരു കുരുത്തക്കേടാണല്ലോ. അമ്പടാ, അയ്യോ, വെള്ളായി. എന്തുവാ ചെയ്യുന്ന? ഇങ്ങനെ നടന്നു പോയില്ലേ നമ്മള്, ഈ
ലോറിന്റെ വേറെ നമ്മുടെ ലോറി പോയി. അപ്പോൾ ടീച്ചർ വർക്ക് വന്നായിരുന്നു. ഇതൊന്ന് അടിച്ചിട്ട് എഴുതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. ഹിന്ദി അല്ല, ഹിന്ദി. ഇതില്ല. ദിവസേ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഫുഡ് കൊണ്ടുവരുത്തുണ്ടോ? ഇല്ല, എല്ലാവരും സ്കൂളിൽ നിന്ന് കഴിക്കാം. വെരി ഗുഡ്. ആൺകുട്ടികളോ? ഇന്ന് വേറെ എന്തൊക്കെയുണ്ട് ക്ലാസ്സിലെ വിശേഷങ്ങൾ? സുഖം. എന്തൊക്കെ പഠിപ്പിച്ചു? മലയാളം പഠിപ്പിച്ചു, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യൽ. അപ്പൊ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? കുഞ്ഞിനൊരു അല്ല കഴിക്കാനൊന്നും വേണ്ടേ? ഒന്നും ഉണ്ടാക്കണ്ടേ? ഷേക്ക് അടിച്ചേട്ട കുഞ്ഞുമോളോ? പപ്പായ വെച്ചിട്ടൊരു ഷേക്ക് അടിച്ചേട്ട കുഞ്ഞുമോളോ? ഇവിടെ അന്ന് കഴക്കൂടുന്ന് കഴിച്ചില്ലായിരുന്നോ പപ്പായ? കണ്ണൂര്, ഒരു കണ്ണൂര് ഒരു കാസർഗോഡ് എന്നൊക്കെ പറയല്ലേ, അത് അടിച്ചു ചേർത്തേ. ക്യാരറ്റ് വേവിക്കണം. ക്യാരറ്റ് വേവിച്ചിട്ട് എന്നിട്ട് എന്തോ സംഭവം തപ്പിക്കൊണ്ടിരിക്കുവാന്നാ. കിട്ടുന്നില്ല. ശരിക്കും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മ തനുമ്മനെ ഓർത്തൊരു സങ്കടം വരുമോ? ഇല്ല. അമ്മ എന്തെടുക്കുകയും അമ്മ എവിടെയും പോയോന്നൊന്നും തോന്നില്ല. ഉറപ്പാ? അപ്പൊ നാളെ ഇനിയിപ്പോ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യാതെ. ഓ, റോഡ് ക്ലോസ് ചെയ്യുന്നേ. ഓ, അത് മനസ്സിലായി. എൻ്റെ ബച്ചോനെ കണ്ട എൻ്റെ പൊന്നുമോള് എൻ്റെ കുഞ്ഞത് എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത് എൻ്റെ ബച്ചോനെ എൻ്റെ പൊന്നും കൂടാണിയുടെ. വരയ്ക്കണം. ദൈവന് വരയ്ക്കാൻ അറിയാലോ. ദൈവം വരയ്ക്കണം. ഇത് കണ്ടോ എൻ്റെ മോളുടെ ജന്മനാനുള്ളൊരു പാട. ഇതവളെ ജീവിതത്തിൽ ഒരിക്കലും മായാത്തൊരു പാടാണ് എൻ്റെ കുഞ്ഞിന്. 6.5 മാസം ഉണ്ടായ കുഞ്ഞിന് ആശുപത്രിക്കാർ കൊടുത്ത സമ്മാനം. പക്ഷേ ഇതിനൊരിക്കലും അവരെ വഴക്ക് പറയാനോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനോ ഒന്നും പറ്റൂല. എന്താ അറിയോ? കിട്ടാതെ കിട്ടിയൊരു നിധിയാണ് എൻ്റെ ദീവൂട്ടി. മനസ്സിലായോ? എവിടെ ചെന്നാലും ആരും ചോദിക്കും എന്ത് പറ്റിയതാ. അപ്പം ഞങ്ങളിങ്ങനെ പറയും, ഇന്നതാണ്, ഇങ്ങനെ പറ്റിയതാണ്. കണ്ടേ. ഇപ്പം എന്തും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നുണ്ട്, സമാധാനമുണ്ട്. ഗൂഗിളമ്മ ദേവുട്ടിയമ്മ. അപ്പം എന്നാ ശരിയേ, ബൈയേ. ബൈ.